21 പേരുടെ മരണത്തിനിടയാക്കിയ ദില്ലി തീപിടുത്തത്തിൽ ഹോട്ടൽ ഉടമ ലവ്കേഷ് ബജാജ് അറസ്റ്റിൽ. അപകടത്തിന് പിന്നാലെ ലവ്കേഷും ഭാര്യയും ഒളിവിൽ പോയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നോബിൾ, 21 പേർക്കാണ് ജീവൻ നഷ്ടമായത്. രാജ്യം ഇപ്പോഴും നടുങ്ങി നിൽക്കുകയാണ്. ഗുരുതരമായ വീഴ്ച ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെട്ടതാണ്. ഇപ്പോഴിതാ ഹോട്ടൽ ഉടമ അറസ്റ്റിലായിരിക്കുന്നു. തുടർ നടപടികൾ, വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ. ഇന്നിപ്പോൾ 21 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഈ ഹോട്ടൽ തീപിടുത്തത്തിൽ ഇപ്പോൾ ഉടമ അറസ്റ്റിലായിരിക്കുകയാണ്. ലവ്കേഷ് ബജാജ് ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്ന് ഈ സംഭവം ഉണ്ടായതിനു പിന്നാലെ ഇയാളും ഇയാളുടെ ഭാര്യയും ഒളിവിൽ പോയിരുന്നു. ഇയാളുടെ വിവിധ വസ്തുക്കൾ അടക്കം പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ദില്ലി പോലീസ് ഈ പറഞ്ഞ ലവ്കേഷിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഹോട്ടലിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. കാരണം 6 മുറികൾ മാത്രം പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്ന ഹോട്ടലിൽ 25 മുറികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഇത്രയധികം വർദ്ധിച്ചത്. അത് മാത്രമല്ല, ഈ ബേസ്മെന്റിൽ ഈ പറഞ്ഞ ഹോട്ടലിൽ കയറാനും ഇറങ്ങാനും ഒരു വഴി മാത്രമായിരുന്നു ഉണ്ടായത്. എക്സിറ്റ്, അതായത് ഫയർ എക്സിറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ അടക്കം ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതും ഇത്ര വലിയ മരണസംഖ്യ ഉണ്ടാകാനുള്ള കാരണവുമായത്. എന്താണെങ്കിലും മരിച്ച ആളുകളിൽ 21-ൽ 18 പേരും വിദേശികളാണ്. ഇവരെ മൃതദേഹങ്ങൾ നാടുകളിലേക്ക് എത്തിക്കാൻ എംബസികളുമായി ബന്ധപ്പെടുന്നു എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. നാളെ തന്നെ മൃതദേഹങ്ങൾ നാടുകളിൽ എത്തിക്കാൻ നടപടി ഉണ്ടാകും എന്നാണ് വിവരം ഉള്ളത്. എന്താണെങ്കിലും അതിദാരുണമായ സംഭവം. ഇപ്പോൾ ഈ പറഞ്ഞ ലവ്കേഷ് ബജാജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും എന്നാണ് വിവരം ഉള്ളത്. മറ്റെന്തെങ്കിലും, നിലവിൽ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്ന് പറയുമ്പോഴും മറ്റ് സാധ്യതകളും പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും പരിശോധിക്കുന്നുണ്ട്. ഒപ്പം MCD വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്യും. ശരി, നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ദില്ലിയിലെ തീപിടുത്തത്തിൽ ആ ഹോട്ടലിന്റെ ഉടമ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. നേരത്തെ നോബിൾ ചൂണ്ടിക്കാട്ടിയതുപോലെ 6 മുറികൾ മാത്രം പ്രവർത്തിക്കാൻ സ്പേസ് ഉണ്ടായിരുന്ന, അനുമതി ഉണ്ടായിരുന്നിടത്താണ് 20-ലധികം മുറികൾ പ്രവർത്തിച്ചത്. ഇതൊക്കെ ഗുരുതരമായ നിയമലംഘനമായി തന്നെയാണ് പോലീസ് കാണുന്നത്. തുടർ നടപടികൾ ഉണ്ടാകും. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.